എല്ലാവർക്കും ഉത്രാടനാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഓണപ്പാചകമാണ് ചെയ്തേക്കുന്നത്. കാരണം ഞാൻ വ്യാഴാഴ്ച തന്നെ ഓണത്തിൻ്റെ പാചക പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വ്യാഴാഴ്ചത്തെ ദിവസത്തെ പ്രിപ്പറേഷൻസാണ് ആദ്യം ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ റോജറിന് ഇന്ന് കാക്കനാട് വർക്കിന് പോകണം, അതുകൊണ്ട് റോജർ ഇതേ പോയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പപ്പ പുറത്തുള്ളതുകൊണ്ട് ഗേറ്റെല്ലാം തുറന്നു കൊടുത്തു. അങ്ങനെ ഞാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ റൂബി ദേ കാറ് കിടന്ന സ്ഥലത്തൊക്കെ ഒന്ന് കറങ്ങണേണ്. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. കാർ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവൾക്ക് അവിടേക്കൊന്ന് മണുത്ത് നടന്ന് അവിടേക്കൊന്ന് മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് അവൾ അങ്ങനെ നടക്കണേണ് അവിടെ. അപ്പോൾ എനിക്കതൊക്കെ കാണണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവളുടെ ആ നടപ്പും ഈ മണത്തുള്ള നിപ്പും ഒക്കെ കണ്ടത് ആസ്വദിച്ച് അങ്ങനെ നിന്ന് പിന്നെ വന്നു കഴിഞ്ഞിട്ട് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിൻ്റെ ആ ഒരു തുടക്കൽ ചെറിയ രീതിയിലൊന്ന് തുടച്ചിട്ടാണ് പിന്നെ നമ്മൾ ഉച്ചക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കണത്. അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് രാവിലെ തന്നെ ഞാൻ ചിക്കൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിക്കൻ റയൻ പോയിട്ട് റയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി മേടിക്കോട്ടെ. മറ്റുള്ളവരാരും അത് കണ്ടാലും കാണാത്ത പോലെ ഇരിക്കും. ഇങ്ങനെ വിനോദ് വന്നിട്ട് ഹോൺ അടിക്കുമ്പോഴേ അത് ഞാൻ പൊയ്ക്കോളും എന്നുള്ള രീതിക്ക് എല്ലാവരും ഇരിക്കട്ടെ. പക്ഷേ റയൻ അങ്ങനെയല്ല. താനവിടെ നിന്നു, ഞാൻ പൊയ്ക്കോളാം. ഞാൻ വന്നു കഴിഞ്ഞാലും പറയും താനിവിടെ നിന്നു, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകും കേട്ടോ. അങ്ങനെ റയൻ പോയി വേഗം മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ പപ്പനെ രാവിലെ ഞാൻ പച്ചക്കറികൾ മേടിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പതേ പച്ചക്കറികളെല്ലാം കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന സാധനങ്ങൾ മാത്രം അങ്ങനെയുള്ള പച്ചക്കറികളെ മേടിച്ചിട്ടുള്ളൂ. എല്ലാ പച്ചക്കറികളൊന്നും മേടിച്ചിട്ടില്ല. തൈര് ഒരു 4 പാക്കറ്റ്, 2 ലിറ്റർ തൈര് എടുക്കാൻ പറഞ്ഞിട്ടില്ല. 2 ലിറ്റർ തൈര്. വെണ്ടക്ക ഇത്തിരി കൂടിപ്പോയിട്ട് 1/2 കിലോ ആയിപ്പോയി. അതൊരു 1/4 കിലോ ആയാലും മതിയായിരുന്നു, പക്ഷെ അത് കൂടിപ്പോയി. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം പിന്നീട്. മത്തങ്ങ, ചേന, കുമ്പളങ്ങ, വെള്ളരിക്ക, ബീട്രൂട്ട്, തക്കാളി, ഒരു പൈനാപ്പിൾ, പഴം, കുമ്പളങ്ങ, പിന്നെ അത് പായസത്തിന് നമുക്ക് ഉപയോഗിക്കാനുള്ള പഴം കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി, സവാള, ഉരുളക്കിഴങ്ങ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ മുരിങ്ങക്കായ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. മുരിങ്ങക്കായ ഇവിടെ ആരും ഇങ്ങനെ കഴിക്കില്ല, അതെടുത്ത് കളയുകയും ചെയ്യണം. അതുകൊണ്ട് ഞാൻ മുരിങ്ങക്കായ എഴുതിയില്ല. പക്ഷേ മുരിങ്ങക്കായ നമ്മൾ സാമ്പാറിലും അവിയലും അത്യാവശ്യം ഇടണമല്ലോ. പക്ഷേ ഞാൻ ഇത് മേടിപ്പിച്ചില്ല. അപ്പോൾ കായം മേടിക്കാൻ പറയുമ്പോൾ പപ്പ ഏറ്റവും വലിയ കായമാണ് കൊണ്ടുവന്നേക്കണം. അതിനെ കൂടിയിട്ടൊരു മഞ്ഞൾപ്പൊടിയും ഫ്രീ ഉണ്ട് കേട്ടോ. പക്ഷേ ഉപയോഗിച്ചൊന്നുമില്ല, എൻ്റെ കയ്യിൽ കായം ഉണ്ടായിരുന്നു. ഇനി തീർന്നു പോയാലാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചാണ്. അപ്പോൾ അത് ഭയങ്കര വലിയ ഒരു ബോട്ടിലും കൊണ്ടാണ് വന്നേക്കണത്. പിന്നെ പപ്പടം, അപ്പോൾ ഒരു 100 രൂപയുടെ പപ്പടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100 രൂപയുടെ പപ്പടവും മേടിച്ചിട്ടുണ്ട്. എല്ലാ കൂടിയൊന്നും വേണ്ട, എങ്കിലും ഞാനങ്ങനെ എടുത്ത് വെച്ചതാണ്. പിന്നെ സോയ ചങ്ക്സും മേടിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളൊരു മസാലക്കറി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ശർക്കര വരട്ടി ഉപ്പേരി കഴിക്കും. ശർക്കര വരട്ടി ഇവിടെ ആർക്കും തന്നെ വലിയ താല്പര്യമില്ലാത്ത കാര്യം, ഇതുകൊണ്ട് വളരെ കുറച്ച്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സോൾട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ ശർക്കര വരട്ടി ഉപ്പേരിയൊക്കെ ഇങ്ങനെ പാക്കറ്റിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് പപ്പയുടെ അടുത്ത് പറഞ്ഞു വിടാം, വളരെ കുറച്ച് മാത്രം മതിയല്ല. അപ്പോൾ തൂക്കി മേടിച്ചിട്ട് വരാം. അതവിടെ തൂക്കി വെച്ചിരിക്കുന്ന ഇതായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ അങ്ങനെ പപ്പച്ച് ഇത്തിരി 100 ഗ്രാം വെച്ചിട്ട് മേടിച്ച്. അപ്പോൾ 100 ഗ്രാം ശർക്കര വരട്ടി തന്നെ അതിനകത്തുനിന്ന് വല്ല 2-3 എടുക്കുകയുള്ളൂ ഇവിടെ, ബാക്കി അവിടെ കിടക്കും. അങ്ങനെയാണ്. അപ്പോൾ സാധനങ്ങൾ മേടിച്ച കൂട്ടത്തിൽ നിന്ന് ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഇത്തിരി സാമ്പാറിന് വേണ്ടിയിട്ടും അവിയലിന് വേണ്ടിയിട്ടും ഇത്തിരി സാധനങ്ങൾ അങ്ങോട്ട് എടുത്തിട്ട് അതിനകത്തുനിന്ന് ചില ഓണത്തിനൊക്കെ ഞാൻ 2 സാമ്പാർ കിറ്റ് മേടിച്ചിട്ട് അത് വെച്ചിട്ട് ഓണസദ്യ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ ഇങ്ങനെ 1/2 കിലോ വെച്ചിട്ട് എല്ലാ സാധനങ്ങളും മേടിപ്പിച്ച്. എന്നിട്ട് ആദ്യം ഞാൻ പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു. പപ്പ പറഞ്ഞതിന് മുമ്പായിട്ട് തന്നെ പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അതിനകത്തേക്ക് സാമ്പാറിൻ്റെ കഷ്ണവും കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഓണപ്പാചകമൊക്കെ ഭയങ്കര സ്പീഡിൽ ചെയ്യണോണ്ട് തന്നെ വേറെ പ്രത്യേകതകളൊന്നും ഇല്ല. സാമ്പാർ പൊടി അങ്ങോട്ട് ഇട്ട് പുറമേ പുളിയും ഇട്ട് വെള്ളം ഒഴിച്ചങ്ങോട്ട് വെച്ച് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒന്ന് താളിച്ചിട്ടാൽ മാത്രം മതി. അപ്പോൾ എളുപ്പമില്ലേ. പിന്നെ ഈ അവിയലിൻ്റെ കഷ്ണവും ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് അതും പതിയെ ഒന്നിത്തിരി വെള്ളമൊഴിച്ച് വേവിച്ച്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഉത്രാടമാകുന്നതിന് മുൻപേ തന്നെ ഓണാഘോഷം ഓണസദ്യ ഉണ്ടാക്കിയത് എന്താണ് ചേച്ചി എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോജർ പോകുന്നത് ഓണത്തിൻ്റെ അന്നാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് എന്തായാലും
ആ ഒരു ഓണസദ്യ അവന് കൊടുക്കാൻ പറ്റൂല. കാരണം ട്രാവൽ ചെയ്യേണ്ടതാണ്. ഈ ഓണസദ്യ എന്ന് പറയുന്നത് വയറിന് ആകെപ്പാടെ ഗ്യാസ് കയറ്റി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണസദ്യ അന്നത്തെ ദിവസം കൊടുക്കാൻ പറ്റൂല. എല്ലാവരും ഉള്ള സമയത്ത് തന്നെ ഒരു ഓണസദ്യ ഉണ്ടാക്കി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും വലിയൊരു താല്പര്യമൊന്നുമില്ല. എല്ലാവരും ഭയങ്കര ഒരു മൂഡ് ഓഫിലാണ് വീട്ടിൽ. കാരണം റിച്ചാനാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം കോളേജിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനും, പഠിക്കാനുണ്ടല്ലോ ഒരുപാട്, അപ്പോൾ അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളും മടിയും ഒക്കെ ആയിട്ട് റിച്ചാർഡിരിക്കണേ. അതങ്ങനെയാണ്. നമ്മൾ ഇത്രയും പ്രായമൊക്കെ ആയതിനു ശേഷമുള്ള പഠിപ്പെന്ന് പറയുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. കുട്ടികളുടെ പഠിപ്പ് പോലെ അല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു സ്ട്രെസ്സും വിഷമമൊക്കെ റിച്ചാർഡിനുണ്ട്. റോജറിനാണെന്നുണ്ടെങ്കിൽ സൺഡേ അങ്ങോട്ട് പോവുകയും ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റേതായ തിരക്കുകൾ റോജറിനുണ്ട്. പിന്നെ റയന് പറ്റിയേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റയൻ പോയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ ഡ്രൈവിങ്ങിന് ജോയിൻ ചെയ്തിട്ട് ഇതുവരെയും അവർ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പൈസ എല്ലാം കൊടുത്തേക്കണേണ്. അപ്പോൾ ഡേറ്റ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഡേറ്റൊക്കെ കിട്ടിയത്, എപ്പോഴൊക്കെയാണ് പോകേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് നവംബറിലാണ് അവന് ലേണേഴ്സിൻ്റെ ഡേറ്റ് കിട്ടിയേക്കണത്. ഇത്രയും വൈകുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അവൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുന്നതാണ്. മൊത്തത്തിൽ ഒരു ശോകം. പിന്നെ ആണെങ്കിൽ റയൻ്റെ കോഴ്സും ഇനിയിപ്പോൾ അടുത്ത മാസത്തേക്ക് കൊടുക്കണമെങ്കിൽ അതൊരു ബുദ്ധിമുട്ട്. എല്ലാം കൂടി അതാണ് നമ്മളൊരു കാര്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞതാണ് സംഭവം. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 3 പേരും ഇങ്ങനെ ഒരു സ്വസ്ഥതയില്ലാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഓണസദ്യ എന്ന് അവർക്ക് തീരെ മൈൻഡ് ചെയ്യുന്നില്ല. എങ്കിലും എനിക്ക് ഈ ഒരു ഓണസദ്യ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പോഴല്ലേ നമുക്ക് ഓണസദ്യ ഉണ്ടാക്കാൻ പറ്റൂ. വർഷത്തിൽ ഒരിക്കലും മാത്രമേ നമ്മളെല്ലാവരും തന്നെ ഓണസദ്യ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കിയേക്കാം, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ 2 പച്ച തേങ്ങ ചിരണ്ടിയതാണ് ഇപ്പം. അത് ഫ്രിഡ്ജിലേക്ക് വെച്ച്, കാരണം പിറ്റേ ദിവസത്തേക്ക് ഉള്ള പച്ചടി കിച്ചടി സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതേ ഒരു ഉണക്ക തേങ്ങ കൂടിയിട്ട് ചിരണ്ടിയിടുന്നുണ്ട്. 3 തേങ്ങ ഞാനിപ്പോൾ ഇരുന്ന് ചിരണ്ടിയതാണ് കേട്ടോ. അത് ഒന്ന് വറുത്ത്, വെറുതെ ഒന്നും ഇടാതെ ചുമ്മാ ഒന്ന് വറുത്ത് വെക്കാമെന്ന് വെച്ചു. കാരണം ഈ വറുത്ത് നിൽക്കുന്ന സമയമൊക്കെ നമുക്ക് ലാഭിക്കാമല്ലോ. അപ്പോൾ ഇതിനകത്തേക്ക് പിന്നെ വേണ്ടത് വല്ല ചെറിയ ജീരകം അങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ പിറ്റേ ദിവസം ഒന്ന് ചേർത്ത് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി, വറുത്ത് നിൽക്കണ്ടല്ല. അപ്പോൾ അതും ഒന്ന് വറുത്ത് അവിടെ മൂടി വെച്ച്, പിന്നെ അത് 1 കിലോ ശർക്കര പായസത്തിനുള്ളതും കറികൾക്കും ഇത്തിരി ഇടണമല്ലോ. അപ്പോൾ അതൊന്ന് ഉരുക്കി അരിച്ചിട്ട് അതും ഒന്ന് മാറ്റി വെക്കാം രാത്രി. അപ്പോൾ അവിയൽ അതുപോലെ സാമ്പാർ, ഇത് 2 സാധനങ്ങളും ഫ്രിഡ്ജിലേക്ക് മാറ്റണേണ്. ഞാനിവിടെ നിന്ന് പുറത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് 2 സാധനം മാത്രമേ ഉള്ളൂ ഞാൻ വെച്ചത്. ആകെപ്പാട് എനിക്ക് കാണാതെ വെക്കാൻ അറിയാവുന്ന സാധനങ്ങൾ ഇതാണ്. മറ്റുള്ളതെല്ലാം ഞാൻ റെസിപ്പിയൊക്കെ എഴുതി വെച്ചിട്ട് അത് നോക്കിയാണ് ചെയ്യണത്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് ഇവർ 2 പേരും എൻ്റെ അടുത്തിരുന്ന് വർത്താനം പറഞ്ഞാണ്. റോജർ വന്ന് എല്ലാവരുടെയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റോജർ മുകളിലേക്ക് പോയി. റോജറിന് വർക്ക് ഒരുപാടുണ്ട്. അതുകൊണ്ട് റോജറിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾക്കായിട്ട് റോജർ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോയി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ആ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെയാണ് അവൻ രാത്രി താഴേക്ക് വന്നിട്ട് അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അടുത്തൊരു പണി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച്, കഴുകിയിട്ടില്ല, പിറ്റേ ദിവസം കഴുകുള്ളൂ. പിന്നെ ചിപ്സും ശർക്കര ഉപ്പേരിയൊക്കെ ബോട്ടിലാക്കി വെച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ രീതിക്ക് ആക്കി വെച്ച്, പിന്നെ അച്ചിങ്ങ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി, കഴുകിയിട്ടൊന്നുമില്ല, എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണേ കേട്ടോ. അപ്പോൾ കഴുകിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇരുന്നിട്ട് കേടായിപ്പോൾ, അതുകൊണ്ട് കഴുകാതെ തന്നെ കട്ട് ചെയ്ത് വെക്കണേ. പിന്നെ ഇനി കുമ്പളങ്ങ, വെള്ളരിക്ക, ചേന, മത്തങ്ങ ഇതെല്ലാം എനിക്ക് അരിഞ്ഞു വെക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റോജർ താഴേക്ക് വന്നപ്പോൾ അവർ 3 പേരും കൂടിയിട്ട് സിനിമ കാണാനൊക്കെ ആയിട്ട് അവരുടെ മുറിയിലേക്ക് പോയി കേട്ടോ. പിന്നെ ഞാനിവിടെ ഇരുന്ന് ഒറ്റക്കാണ് ഇതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ വെള്ളരിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒട്ടും അധികമൊന്നും പഴുത്തിട്ടൊന്നുമില്ല, നല്ല ഒരു കേടുമില്ലാത്ത നല്ല വെള്ളരിക്ക എന്നിട്ടാ. സാധാരണ എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു പഴുത്ത വെള്ളരിക്കയാണ് എപ്പോഴും കിട്ടാറ്. അപ്പോൾ കുമ്പളങ്ങ കട്ട് ചെയ്ത്, വെള്ളരിക്ക കട്ട് ചെയ്ത്, ഇത്ര ആയപ്പോഴത്തേക്കും മണി 11:30 റൂബിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമത്തിലും. അങ്ങനെ എന്നെ കാണാതെ റൂബി ഇവരുടെ അടുത്ത് പോയി ഇങ്ങനെ വിഷമിച്ചെടുക്കണം. അപ്പോൾ ഇവരെന്നെ വിളിച്ച് കാണിക്കണേണ്, മമ്മി റൂബി ഇവിടെ വന്നിരുന്നിട്ട് ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ ആദ്യം അവർ എനിക്ക് ഫോട്ടോയൊക്കെ വിട്ട് തന്നു, റൂബി ഇവിടെ എങ്ങനെയാണ് കിടക്കണേന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ വിട്ട് തന്നു കേട്ടോ.
അത് ഭയങ്കര കോമഡിയായിരുന്നു. അത് ഞാൻ നേരിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഫോട്ടോ. അവൾക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ കാണുന്നതിന് തടസ്സം ചെയ്യണത്. ഇങ്ങനെ കയറി കിടക്കും ലാപ്ടോപ്പിൻ്റെ മീതയിലൊക്കെ. അപ്പോൾ അത് എനിക്ക് ഫോട്ടോ എടുത്ത് അവർ വിട്ട് തന്നിട്ടുള്ളത്. കാരണം എന്നെ വിളിച്ചിട്ട് ഞാൻ പണിത്തിരക്കാണെന്ന് പറഞ്ഞിട്ട് പോയില്ല. അപ്പോൾ അവർ ഫോട്ടോ വിട്ട് തന്ന. പിന്നെ ഇതൊക്കെയാണ് റൂബിയുടെ ഇരിപ്പ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഇരുത്തണതല്ല, അവളങ്ങനെ കയറിയിരിക്കണതാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ് റൂബിയുടെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ അത് കുറച്ച് നേരം ഒന്ന് കണ്ട് പിന്നെ എൻ്റെ ജോലികൾ ഞാൻ മതിയാക്കി. മത്തങ്ങയും ചേനയിൽ ഞാൻ കട്ട് ചെയ്യാൻ നിന്നില്ല, കാരണം ഒത്തിരി നേരമായി. ഏകദേശം 12 മണിയോടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ പച്ചക്കറി അരിയിലും മതിയാക്കിയിട്ട് റൂബിനെടുത്ത് പോയി കിടന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ബാക്കി പണി തുടങ്ങാമെന്ന് വിചാരിച്ചെങ്കിലും രാവിലെ എഴുന്നേറ്റ് ഒരു 1/2 മണിക്കൂർ വെറുതെ പോയി. കുറച്ച് നേരം ഞാൻ കാത്തു നിന്ന്. പിന്നെ ഞാൻ അത് കുത്തി തുറക്കേണ്ടി വന്നു. കാരണം അടുക്കളയിലേക്ക് കയറുന്ന ഡോറ് എന്തോ ഉള്ളിൽ നിന്ന് ലോക്കായിപ്പോയി, തുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതൊക്കെ ഞാൻ അഴിച്ച് പറിച്ചെടുത്തിട്ടാണ് പുറത്തിറങ്ങിയത്. അപ്പോഴേക്കും ഒരു 1/2 മണിക്കൂർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1/2 മണിക്കൂർ കാലത്ത് ജോലികൾ താമസിച്ചാണ് തുടങ്ങിയത്. വെളിച്ചം വന്നു കഴിഞ്ഞ് അങ്ങനെ പിന്നെ അപ്പോൾ പപ്പനെ വിളിക്കാനായിട്ട് 5:30 മണിക്കൊക്കെ പപ്പനെ വിളിച്ച് താഴ്ത്ത് വരുത്തുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. പപ്പ കിടക്കണല്ലേ, അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ പപ്പനെ വിളിച്ച പപ്പ അപ്പം തന്നെ വരും കേട്ടോ. പിന്നെ പപ്പ വന്നിട്ടാണ് അത് രണ്ടാമത് അതിൽ സ്ക്രൂ ചെയ്തൊക്കെ പിടിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നതാണ് ഓണപ്പാചകം തുടങ്ങിയിരിക്കണത്. അപ്പോൾ പച്ചടി കിച്ചടി സംഭവങ്ങളാണ് ആദ്യം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ബീട്രൂട്ടൊക്കെ തലേദിവസം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളരിക്കയാണ് ഇപ്പോൾ കണ്ടത്. അതിനകത്ത് പച്ചമുളക് ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിക്കണേണ്. ബീട്രൂട്ട് ചുമ്മാ ഒന്ന് കട്ട് ചെയ്തിട്ട് വെറുതെ ഉപ്പൊന്നും ഇടാതെ തന്നെ അത് വേവിക്കാനും വെച്ചിട്ടുണ്ട് 2 കുക്കറിലായിട്ട്. പിന്നെ ഞാൻ പഴംപുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള പഴം ഒന്ന് കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ തലേദിവസം തന്നെ നമ്മൾ എന്തൊക്കെയാണ് തൈര് ചേർത്തുണ്ടാക്കുന്നത്, അതുപോലെ തേങ്ങ അരപ്പ് ചേർത്തുണ്ടാക്കുന്നത് എന്നുള്ളൊരു കണക്ക് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൈര് നമുക്കൊന്ന് എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം, എല്ലാ ആവശ്യത്തിനും കൂടിയുള്ള തൈര്. അപ്പോൾ അതൊരൊറ്റ പരിപാടി കഴിയും. പിന്നെ തേങ്ങ ജീരകം ചേർത്ത് അരക്കേണ്ട തേങ്ങയാണ് ഭൂരിഭാഗം. അപ്പോൾ അതൊക്കെ ജീരകം ചേർത്തിട്ട് ആ തേങ്ങ എല്ലാം കൂടി ഒന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കറിയിലേക്കും കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പഴംപുളിശ്ശേരിക്കും ഇപ്പം ഞാൻ വെക്കുന്ന 3 കാര്യങ്ങൾക്കും തേങ്ങ അരപ്പ് ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങ അരപ്പിന് വേണ്ടിയിട്ട് ചെറിയ ജീരകം ചേർത്തിട്ട് തേങ്ങ അരക്കുന്നുണ്ട്. പിന്നെ ചിലതിലേക്ക് വേറെ ചില സാധനങ്ങൾ ചേർത്തിട്ട് തേങ്ങരപ്പ് വേണം. അത് ഇതിനകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് അത് പ്രത്യേകിച്ച് നമുക്ക് അരച്ച് എടുക്കാം. അപ്പോൾ അങ്ങനെ ചെറിയ ജീരകം മാത്രം ചേർത്തിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തൈരും കൂടിയിട്ട് കട്ട മാറ്റിയിട്ട് അതും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ വേഗം കഴിയും കേട്ടോ. അപ്പോൾ എനിക്കിത് യാതൊരു പരിചയമില്ലാത്തൊരു സംഭവമാണ്. എങ്കിലും എനിക്ക് മനസ്സിൽ തോന്നിയ രീതിക്കാണ് ഞാൻ ഈ ചെയ്തേക്കണം. വളരെ എളുപ്പത്തിൽ നിപ്പിൽ പെട്ടെന്ന് ഓണസദ്യ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളെയൊക്കെ എനിക്കറിയാട്ടോ. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പച്ചക്കറി യൂണിൻ്റെ. പിന്നെ ഞാൻ തലേദിവസം ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും ഒരിത്തിരി വറ്റൻമുളകും കൂടി ചതച്ചിട്ട് അച്ചിയും കൊലത്താൻ വേണ്ടി എടുത്താണ്. പക്ഷേ അത് അവിടെ പണി പാളിപ്പോയി, സംഗതി ചതച്ചില്ല, കുറച്ചും കൂടി അരഞ്ഞു പോയി. അപ്പോൾ ചതച്ചേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടുതൽ അരഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയിട്ട് ഒന്ന് വഴറ്റാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പഴംപുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, ഇത്തിരി മുളക് പൊടി, ഇത്രയും സാധനം ചേർത്തിട്ട് ഒരുവിധം നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ടാണ് പഴം അവിടെ പുഴുങ്ങാൻ വെച്ചേക്കുന്നത്. അത് ഒന്ന് ഉടച്ച് ചെറുതായിട്ട് പീസ് കിടക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് അത് ഉടച്ചില്ല, വേണ്ടവർക്ക് കൂടുതൽ ഉടക്കാം. അപ്പോൾ ഇന്നത്തെ ഇതിലൊക്കെ ഞാൻ പഞ്ചസാരയല്ല ശർക്കര പാനിയാക്കി നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പഴംപുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി അങ്ങോട്ട് ഇട്ട് കൊടുത്ത്, അല്ലെങ്കിൽ മുഴുവൻ ശർക്കര ഇട്ട് കൊടുക്കുക. പിന്നെ അരപ്പ് റെഡിയാക്കി വെച്ചേക്കണല്ലേ ചെറിയ ജീരകം ചേർത്തിട്ട്, അത് ഇട്ടിട്ട് പിന്നെ നമ്മൾ തൈരും ഇട്ട് വെച്ചേക്കണല്ലേ, തൈര് ബീറ്റ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ആവശ്യത്തിനുള്ള തൈരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ്. പിന്നെ അടുത്തത് നമ്മുടെ ഇത് എന്തെന്നാ പറഞ്ഞത്, പച്ചടിയും കിച്ചടിയും അതിനും കൂടിയിട്ട് ഈ സംഭവങ്ങൾ തന്നെ ചേർക്കണം. അപ്പോൾ അങ്ങനെ 3 കാര്യങ്ങൾ വേഗം കഴിയും കേട്ടോ. അപ്പോൾ അച്ചിങ്ങ ഇട്ടിട്ട് ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് അതവിടെ മൂടി വെച്ച് അത് സാവധാനം വെന്ത് വരട്ടെ. ആ സമയത്ത് ഇതിലേക്കുള്ള വറുത്ത് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ വറുത്ത് ചേർക്കുക. അപ്പോൾ ഈ പഴംപുളിശ്ശേരിക്ക് ഉലുവ അത്യാവശ്യമായിട്ട് ചേർക്കണം, അതുകൊണ്ട് അതിന് സെപ്പറേറ്റാണ് വറുത്ത് ചേർക്കണം കേട്ടോ. വറ്റൻമുളക്, അപ്പോൾ ഇതിനൊന്നും നമ്മൾ ചെറിയ ഉള്ളിയൊന്നും ചേർക്കണില്ല. അപ്പോൾ എൻ്റേതായ ഒരു ഇഷ്ടത്തിനുള്ള പാചകമാണ് ഞാൻ ചെയ്യണത്. ഓരോ ഡിസ്ട്രിക്റ്റും
എല്ലാം ഓരോ തരം പാചകമാണ് കേട്ടോ. അപ്പോൾ അത് വ്യത്യാസമുണ്ടാവും. പിന്നെ ദേ ഇത്തവണ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലീഷ് റെസിപ്പീസിൻ്റെ ചെയ്യണ പോലെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടാൽ അവരെന്നെ ഓടിച്ചിടും. കാരണം ഞാൻ അത്രയ്ക്ക് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരുപാട് സാധനങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ചെയ്തതുപോലെ നമ്മൾ ബീട്രൂട്ട് വേവിച്ച് അരച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഇപ്പോൾ ഈ ചെറിയ ജീരകം ചേർത്തിട്ടുള്ള അരപ്പ്, അതായത് ചെറിയ ജീരകത്തിൻ്റെ അകത്തേക്ക് ചെറിയ ജീരകം മാത്രമല്ല അതിനകത്ത് കടുകും കൂടി വേണം. അപ്പോൾ ചെറിയ ജീരകം മാത്രം ചേർത്ത് അരപ്പ് കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ട് കടുക് ഇട്ടിട്ട് ബാക്കി തേങ്ങ അരച്ചെടുക്കുകയാണ് ചെയ്തത്. അതാണ് ഇതിനകത്തേക്ക് ഇട്ടേക്കണത്. കാരണം ഈ എന്താണ് പച്ചടി കിച്ചടിയിലൊക്കെ കടുക് അരച്ച് അതും കൂടി ചേർക്കുമല്ല. അപ്പോൾ ഈ പച്ചടിക്കും കിച്ചടിക്കും കടുക് ചേർക്കണം. അതുകൊണ്ട് ബാക്കി ഉള്ളതിൽ കടുക് ചേർത്താണ് അരച്ചത്. പക്ഷേ ഇനി അടുത്തതിൽ നമുക്ക് വേറൊരു പാചകത്തിന് വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് തേങ്ങ എടുത്ത് മാറ്റിയും വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറയണത് എന്നെപ്പോലെ ഇങ്ങനെ ഐഡിയ ഒന്നുമില്ല, പച്ചക്കറി പാചകം ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇതിന് എന്താണ് പച്ചടി കിച്ചടിക്ക് നമ്മൾ കടുക് അരച്ച് ചേർത്തിട്ടാണ് കേട്ടോ തേങ്ങ ഇട്ടേക്കണത്, ചെറിയ ജീരകവും കടുകും. അപ്പോൾ ഇതിനകത്തെല്ലാം ഒരേ സാധനങ്ങൾ തന്നെയാണ്. ഈ അരപ്പും അതുപോലെ തൈരും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ്. വെള്ളരിക്ക പച്ചടിക്കകത്ത് ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ശർക്കര ചേർക്കുമ്പോൾ കളറ് മാറും. അതുകൊണ്ട് അതിനകത്ത് ഇത്തിരി പഞ്ചസാര ചേർത്തിട്ട് ഒരു ചെറിയൊരു മധുരിപ്പ് അങ്ങനെയാണ് ചെയ്തത്. ഭയങ്കര ടേസ്റ്റായിരുന്നത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു വെള്ളരിക്ക പച്ചടി. അപ്പോൾ അതിന് രണ്ട് കാര്യത്തിനും കൂടിയിട്ട് ഒരേ വറവ് തന്നെ ഇടുന്നത്. അതുകൊണ്ട് കടുക് വറ്റൻമുളക് വേപ്പില ചേർത്തിട്ട് അത് വറുത്ത് രണ്ടെണ്ണത്തിലേക്ക് വിട്ട് പിന്നെ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ സെർവിങ് ഡിഷുകളിലേക്ക് അത് വേഗം മാറ്റിയിട്ട് ഈ ഒരു കുക്കറുകൾ തന്നെ കഴുകിയെടുത്തിട്ടാണ് അടുത്തടുത്ത പാചകങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് പാത്രങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ പാത്രങ്ങളെല്ലാം പുറത്തുനിന്ന് എടുക്കുമ്പോൾ അത് കഴുകിയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ കഴുകുന്ന സമയവും കൂടി ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തു വെച്ച പാത്രങ്ങൾ തന്നെ കഴുകി വീണ്ടും അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അതെന്നുണ്ടെങ്കിൽ പാത്രങ്ങളും വന്ന് കൂടുവേ, ഒത്തിരി പാത്രങ്ങളായിപ്പോവും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒതുക്കത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ അച്ചിങ്ങയും കൂടിയിട്ടായി. അപ്പോൾ ഈ ആകുന്ന സാധനങ്ങളെല്ലാം ഞാൻ പുറത്ത് ആ ഷെൽഫിലേക്ക് കൊണ്ടുപോയി വെച്ചു. കാരണം അത് പകൽ സമയത്ത് നമ്മളുടെ കൺമുന്നിലാവുമ്പോൾ അവിടെ കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. രാത്രിയൊന്നും അവിടെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും എടുത്ത് വെക്കൂല കേട്ടോ. അപ്പോൾ ഈ അടുക്കളയിലൊന്നും ഒതുങ്ങി കിട്ടണമല്ലോ എന്ന് വെച്ചാൽ എല്ലാം പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത്തിരി കുമ്പളങ്ങയും പച്ചമുളകും കൂടി ചേർത്തിട്ട് അവിടെ ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട്. അത് ഓലന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങയൊക്കെ എത്ര കാര്യത്തിന് വേണം അത് അങ്ങനെ ആ ഒരു കണക്കനുസരിച്ചിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇന്ന സാധനത്തിന് ഇത്രയും വേണമല്ല. അപ്പോൾ അതനുസരിച്ചിട്ട് തലേദിവസം തന്നെ എല്ലാം കട്ട് ചെയ്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് പാചകം വേഗം തീരുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഇതൊക്കെ തലേദിവസം ഞാൻ ചെയ്യാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും കൂടി ഒന്ന് പഴുക്കട്ടെ എന്ന് വിചാരിച്ച് ഇതൊന്നും ഞാൻ കട്ട് ചെയ്ത് വെച്ചില്ല. പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ മധുരക്കറി. അപ്പോൾ അത് ഒരു ചെറിയ പീസ് മതി എങ്കിൽ തന്നെയും നമുക്ക് ഒരു വലിയതാണ് പപ്പ മേടിച്ചിട്ട് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ എല്ലാവർക്കും ഇത് കട്ട് ചെയ്ത് കഴിക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇതിനകത്തൊരു പീസ് എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് കഴിക്കാനും അങ്ങനെ അതും കൂടി ചേർത്തിട്ട് വലുത് മേടിച്ചിട്ട് നല്ല ഒരു പൈനാപ്പിളാണ് കിട്ടിയത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള, അതായത് ഒരു കേടുമില്ല, നല്ല കറക്റ്റ് പരുവായിരുന്നു കേട്ടോ. ആ പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറുതായിട്ട് പൊടി ചിലർ മിക്സിയിലിട്ട് ചതക്കുകയും കറക്കിയെടുക്കുകയൊക്കെ ചെയ്യണമുണ്ട്. ഞാൻ അരിഞ്ഞെടുത്തത്. എന്നിട്ട് അതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഇത്തിരി ഉപ്പും മഞ്ഞളും ഇത്തിരി മുളകൊക്കെ ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുത്ത് കേട്ടോ. അത് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഇത്തിരി ഉപ്പൊക്കെ ചേർത്തിട്ട്, ഉപ്പിടുമ്പോൾ ഈ മധുരം ഇത്തിരി നല്ല ടേസ്റ്റായിട്ട് വന്നു, വെള്ളത്തിൻ്റെ ചുവപ്പല്ലേ വരില്ല. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും ചെയ്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ പാചകം ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ഒന്ന് വൃത്തിക്ക് നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇടക്കൊന്ന് തുടച്ചു കൊടുക്കണം. പക്ഷേ നമ്മുടെ സ്റ്റൗ ടോപ്പ് ആകെപ്പാടെ മെനക്കേടായി പോയിട്ടാണ്. കാരണം കടുക് പൊട്ടലും തെറിക്കലുമായിട്ട് അതാകെ എണ്ണ പിടിച്ച് കിടക്കണത്. അത് പിന്നീട് തുടക്കാമെന്ന് വിചാരിച്ചു. തുടക്കാനുള്ള നേരവും കിട്ടൽ കുറവായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തലേദിവസം തന്നെ ഇത് വൻപയർ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം ഞാനൊരു ഇത്തിരി വൻപയർ താളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആ വീഡിയോയിലുണ്ടായിരുന്നു കറിക്ക് വേണ്ടിയിട്ട്. പപ്പക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ വൻപയർ ഇന്ന് കുറച്ചെടുത്തിട്ട് ഈ ഓലൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചിട്ട് ഇത്തിരി വേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഓലൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ്. പക്ഷേ ഈ സാധനം ഇവിടെ ആർക്കും ഇഷ്ടമില്ല, എനിക്കും ഇഷ്ടമല്ല. എങ്കിൽ തന്നെയും ഞാൻ ഉണ്ടാക്കണമെന്നുള്ളൊരു തോന്നി അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് അടുത്തൊരു പണി കിട്ടിയത് നമ്മുടെ പൈനാപ്പിൾ അടുക്കി പിടിച്ചു പോയി. പിന്നെ അത് കുക്കറിൽ നിന്ന് വാരിയെടുത്ത് വേറൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഇത്തിരി വേപ്പിലയും കൂടി ചേർത്ത് ഇത് പഴവും കൂടി ചേർത്തിട്ട് ഒന്ന് കൂടിയിട്ട് വേവിക്കാൻ വെച്ചേട്ടാ. അപ്പോൾ ഈ പൈനാപ്പിൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണെന്ന്
അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുക്കർ അടുക്കി പിടിച്ച് പോയി. ഇനി ആ കുക്കറിനെ തേച്ച് കഴുകിയെടുക്കുന്നത് അതിനേലും വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനകത്തേക്ക് ശർക്കര തന്നെയാണ് ചേർത്തേക്കണത്. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടിയിട്ട് വേവിച്ച്. ഇനി അടുത്തത് എരിശ്ശേരി കൂട്ടുകറി. ഇതിനൊക്കെ വേണ്ടിയിട്ട് ചേന, അതൊന്നും ഇന്നലെ കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ മത്തങ്ങായ. അപ്പോൾ ആ മത്തങ്ങയും ചേനയും ഇപ്പോഴാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇതൊക്കെ കൂടുതലായിരുന്നു, ആവശ്യമില്ലാത്തത് ഞാൻ മാറ്റി. അപ്പോൾ മറ്റേ അതിനകത്തേക്ക് നമ്മൾ തേങ്ങ അരപ്പ് ചെറിയ ജീരകം ചേർത്തതാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ മിക്സിയുടെ ജാറിൽ നിന്ന് അരപ്പ് എടുത്ത് കുറച്ച് മാറ്റിയിട്ടാണ് ബാക്കി ഉള്ളതിൽ കടുക് അരച്ചതെന്ന് പറഞ്ഞല്ല. അപ്പോൾ അങ്ങനെ ആ തേങ്ങ അരപ്പ് അതിനകത്തേക്ക് ഇട്ട് പിന്നെ ഇതിനകത്തേക്ക് കടുക് ചേർക്കുന്നുണ്ട്. പച്ചമുളകും കടുകും കൂടി ചതച്ച് ചേർത്തിട്ട് ഏറ്റവും അവസാനം ആ പച്ചമുളകിൻ്റെ ആ പച്ച തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. എന്നിട്ട് മുന്തിരിക്ക് പകരം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ചെറി ഇടുമ്പോഴേക്കും നല്ലൊരു മധുരമുണ്ടല്ലോ. മുന്തിരി എന്ന് പറയുമ്പോൾ ഒരു വെള്ളം പോലെ ഇരിക്കും കടിച്ചു കഴിയുമ്പോഴേ. ഇപ്പം ഞങ്ങളിവിടെയൊക്കെ സദ്യക്ക് അങ്ങനെയാണ് ഈ ചെറി ഇട്ടാണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെറി ഇട്ടത്, അത് നല്ലതാണ്. പിന്നെ വറ്റൻമുളക്, കറിവേപ്പില ഇതെല്ലാം നെയ്യിൽ വറുത്തിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ നമ്മളുടെ ഇവിടെയൊക്കെ ഇങ്ങനെ കശുവണ്ടി മുന്തിരിയൊക്കെ ഈ കറിയിൽ കിടക്കും. അതുകൊണ്ട് ഞാൻ കശുവണ്ടി മുന്തിരിയൊക്കെ ഇട്ടിട്ടാണ് ചെയ്തത്. എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ സാധാരണ എല്ലാവരും വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറുത്തിടുന്നത്. കശുവണ്ടി മുന്തിരിയൊന്നും ഇട്ട് കാണാറില്ല. പക്ഷേ ഞാനിങ്ങനെ ചെയ്യണേണ്ട നല്ല ടേസ്റ്റാണ് മധുരക്കറിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഈ കുക്കറിനൊന്ന് ശരിയാക്കി എടുക്കണമല്ല. കുക്കർ അങ്ങനെ ഉരച്ച് കഴുകാൻ പാടില്ല. ഉരച്ച് കഴുകാതെ തന്നെ അത് വിട്ടു പോരാൻ വേണ്ടിയിട്ട് ഇത്തിരി പാത്രം കഴുകുന്ന ലിക്വിഡും നമ്മുടെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ഇത്തിരി വെള്ളം ചേർത്തിട്ടാണ് അത് വെച്ച് തിളപ്പിക്കണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ കടന്നിട്ടേ ഉള്ളു. പാല് കാച്ചി വെച്ചിട്ടുണ്ട്. പപ്പയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റൂല, അതുകൊണ്ട് 2 ബ്രെഡൊക്കെ മേടിക്കണേന്ന് പറഞ്ഞപ്പോൾ പപ്പ ബ്രെഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ട് അവിടെ നമ്മുടെ ചേന വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് ചേന, പച്ചക്കായ, കുമ്പളങ്ങ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തിട്ട് കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് അതും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എരിശ്ശേരിക്ക് വേണ്ടിയിട്ടാണ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ട് ചേന വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പച്ചക്കറിയെല്ലാം വിസിലൊക്കെ വന്ന് അതൊക്കെ ഓഫ് ചെയ്തൊക്കെ ഇട്ട് അപ്പോൾ അത് വിസിൽ വരുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ച് ബീൻസ് കൂടി തോരന് വേണ്ടിയിട്ട് അവിടെ അരിഞ്ഞു വെച്ച് അത് കഴിഞ്ഞിട്ടാണ് പോയി കുളിച്ചിട്ട് മടക്കാനുള്ള ഡ്രസ്സുകൾ മടക്കി വിരിക്കാനുള്ള ഡ്രസ്സ് റയനോട് പറഞ്ഞൊന്ന് വിരിച്ചേക്കണം, ഇന്ന് അലക്കി വെച്ചേക്കണം. അപ്പോൾ അത് റയൻ വിരിച്ചോളാന്ന് പറഞ്ഞ് അങ്ങനെ മടക്കാനുള്ളതൊക്കെ ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടി മടക്കിയൊക്കെ വെച്ച് അത് കഴിഞ്ഞ് വന്നിട്ട് എരിശ്ശേരിയുടെ അത് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അത് വെന്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മളിപ്പോൾ മത്തങ്ങ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് പിന്നെ മത്തങ്ങയും കൂടി ഒന്ന് വെന്ത് വരണം. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കാനുള്ള നമ്മുടെ പയർ അത് വേവിച്ച് വെച്ചേക്കണതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, വെന്ത പയറല്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ നേരത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരുമൊക്കെ വന്ന് കഴിക്കാനായിട്ട് ആ സമയത്ത് പാല് കാച്ചിയതിലേക്ക് ഇത്തിരി മൈലോയൊക്കെ ഇട്ട് കലക്കി പിള്ളേർക്കുള്ളത് അത് വെച്ച് പിന്നെ മുട്ട പുൾസയും കൂടി ഉണ്ടാക്കിയാൽ എനിക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ കഴിച്ചോളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പലഹാരം ഈ സമയത്ത് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇപ്പോഴാണ് കഴിക്കാനുള്ള ടൈം ആയത്. അപ്പോഴേക്കും നമ്മൾ ഇത്രയും കറികൾ ഒക്കെ ഒരുവിധം ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇനി നമ്മുടെ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങ വറുത്ത്, എൻ്റെ എരിശ്ശേരി എന്ന് പറയുമ്പോൾ തേങ്ങ വറുത്ത് മാത്രമേ ഇടുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ എരിശ്ശേരി ചെയ്യുമ്പോൾ അതിനകത്തേക്ക് തേങ്ങരപ്പ് പച്ചക്കും ചേർക്കും, പിന്നെ വറുത്ത് ഇങ്ങനെ അങ്ങനെ തന്നെ ഇടും പൊടിക്കാതെ. പക്ഷേ എനിക്ക് എൻ്റെ എരിശ്ശേരി വേറെ ടൈപ്പാണ്, എനിക്ക് അങ്ങനെ ചെയ്യണതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേദിവസം വറുത്ത് വെച്ചേക്കുന്ന ആ ഒരു തേങ്ങ ഉണ്ടല്ലോ, അപ്പോൾ തേങ്ങ മിക്സിയിലിട്ടൊക്കെ അടിച്ചിട്ടൊക്കെ ഒന്ന് വറുക്കണതാണ് നല്ലത്. അതിനുള്ള നേരമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് കൊത്തോടു കൂടിയാണ് നമ്മൾ വറുത്തേക്കണം. അപ്പോൾ വേറെ കുറച്ച് തേങ്ങ എടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതിലേക്ക് ഇത്തിരി ചെറിയ ജീരകം, ഇത്തിരി കുരുമുളക്, വളരെ കുറച്ച് തന്നെ മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, അങ്ങനെ ഈ 4 സാധനം ചേർത്ത് വറുത്തതിനെ ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന്
ചതച്ചെടുക്കാൻ പോണേണ് കേട്ടോ. പിന്നെ മാറ്റി വെച്ചിരുന്ന തേങ്ങ വറുത്തതിന് 2 ഭാഗമായിട്ട് ഒരു ഭാഗം വറുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് നമ്മുടെ കൂട്ടുകറിക്കാണ് കേട്ടോ. അപ്പോൾ ഈ കുരുമുളക് പൊടി ചേർത്തിട്ട് അതിനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. അപ്പോൾ എരിശ്ശേരിയുടെ അകത്തേക്ക് ഈ ജാറിലുള്ള കൂട്ട് വെറുതെ പൊടിച്ചെടുത്ത നമ്മുടെ വറുത്ത തേങ്ങ, ഈ മല്ലിപ്പൊടി, മുളക് പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്തത് അതിനകത്തേക്ക് ഇട്ടിട്ടാ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വെള്ളം വെച്ച് വരും. അപ്പോൾ ഇത്തിരി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ലൂസാക്കി കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചേക്കുന്ന വൻപയറും കൂടി ചേർത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണിത്. പക്ഷേ ഇന്നിപ്പോൾ കൂട്ടുകറിയും വൻപയറിട്ട എരിശ്ശേരി എല്ലാം ഒരുപോലെ കളറായിപ്പോയി കേട്ടോ. കാരണം ഞാൻ അങ്ങനെയാണല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. മഞ്ഞ കളറിൽ എനിക്ക് എന്തോ ഇഷ്ടമല്ല അത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യാത്തത്. പിന്നെ നമ്മൾ ആ വറുത്തെടുത്ത തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ആ പാനിലേക്ക് കടുക് പൊട്ടിച്ച് വറ്റൻമുളക്, ഉഴുന്ന്, കറിവേപ്പില അത് ചേർത്തിട്ട് ബാക്കിയുള്ള ആ തേങ്ങ ഉണ്ടല്ലോ അതിട്ടൊന്ന് കുറച്ചും കൂടി ഒന്ന് കളർ മാറ്റി മൂപ്പിച്ച്, മറ്റേത് അത്രയും കളറാക്കിയിട്ടില്ല അരക്കാനുള്ളത്. അപ്പോൾ അതും ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനി ഇതിനകത്തേക്കുള്ള കടുക് വറുക്കുള്ള സാധനങ്ങളാണ് അടുത്തത്. അപ്പോൾ എരിശ്ശേരി നല്ല അടിപൊളിയായിട്ട് എനിക്കിഷ്ടമുള്ള എരിശ്ശേരിയാണ് കേട്ടോ. ഇങ്ങനെയല്ല എരിശ്ശേരി വെക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകറിയിൽ എന്തെന്നാ കടല വേവിച്ചത് ചേർക്കണം. എൻ്റെ കയ്യിൽ കടല ഇല്ല. കടലെല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ട് ഈ സാധനങ്ങളൊന്നും വന്നില്ല. അല്ലെങ്കിൽ 2-ാം ദിവസം ഫ്ലിപ്കാർട്ട് ഓർഡർ വരണതാണ്. ഇപ്പോൾ ഈ ബിഗ് ബില്യൺ ഡേയ്സ് നടക്കണതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് കടലയില്ലായിരുന്നു. വരുമെന്ന് വിചാരിച്ച് ഞാൻ പുറത്തുനിന്ന് മേടിപ്പിച്ചതുമില്ല. പക്ഷേ അത് വന്നില്ല. അതുകൊണ്ട് കടല ഇല്ലാതെയാണ് കൂട്ടുകറി വെക്കണത്. അപ്പോൾ നമ്മുടെ എരിശ്ശേരിയിലേക്ക് വറ്റൻമുളകും കടുകും വേപ്പിലയൊക്കെ ഒന്ന് വറുത്തിട്ട് അടിപൊളിയായി. പിന്നെ കൂട്ടുകറിയിലേക്ക് നമ്മൾ കുരുമുളക് ചേർത്ത ആ ഒരു തേങ്ങയുണ്ടല്ലോ അത് അരച്ചത് ചേർത്തിട്ട് അതൊന്ന് വെള്ളം വറ്റി വരുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ, അതായത് കടുക് പൊട്ടിച്ച് ഉലുവയല്ല കേട്ടോ, ഉഴുന്ന്, വേപ്പില, വറ്റൽമുളക്, തേങ്ങ അത്രയും ചേർത്തത് കൂടിയിട്ട് നമ്മുടെ കൂട്ടുകറി. അപ്പോൾ കൂട്ടുകറി എൻ്റെത് വെള്ളം പോലെ പോയി. കൂട്ടുകറി എപ്പോഴും നല്ല തിക്കായിട്ടിരിക്കേണ്ടത്. അത് കുറേ നേരം വെച്ച് വറ്റിക്കേണ്ടി വന്നു. അതിനകത്തേക്ക് ഒരു ഇത്തിരി ശർക്കര ചേർത്തിട്ടുണ്ട് കേട്ടോ. കൂട്ടുകറിയിൽ എരിശ്ശേരിയിൽ ശർക്കര ചേർത്തിട്ടില്ല, കൂട്ടുകറിയിൽ ശർക്കര ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കൂട്ടുകറി. പക്ഷേ കടല ചേർത്താൽ കൂടുതലും നന്നായിരിക്കും കേട്ടോ. കടല എന്തായാലും ചേർക്കണം ഉള്ളവർ. അപ്പോൾ ഈ തലേദിവസം കടല പയറൊക്കെ വെള്ളത്തിൽ കുതിർത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാലത്തെ പെട്ടെന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇത് ഞാൻ തോരന് വേണ്ടിയിട്ട് പച്ചമുളക്, വറ്റൽമുളക്, ചെറിയ ഉള്ളി ഒക്കെ കടുക് പൊട്ടിച്ചിട്ട് അതൊന്ന് ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചിട്ട് തേങ്ങയും ഇട്ടിട്ട്, അപ്പോൾ തേങ്ങ ഞാനില്ലേ പാല് പിഴിഞ്ഞ തേങ്ങ ഒട്ടും തന്നെ പാലിനകത്തുനിന്ന് വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ, തേങ്ങ ചതച്ച തേങ്ങയാണ് ഇട്ടത്. അങ്ങനെ നമുക്ക് ഇടാം, നല്ലതായിട്ട് തന്നെ കിട്ടും. കാരണം അതിനകത്തുനിന്ന് മൊത്തത്തിൽ പാലൊന്നും പിഴിഞ്ഞെടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്കത് ഇങ്ങനെയുള്ള സമയത്ത്, തിരക്കുള്ള സമയത്ത് അത് തന്നെ നമുക്ക് ഇത് തോരന് വേണ്ടി ഉപയോഗിക്കാം. സദ്യകളിലൊക്കെ അങ്ങനെയാണ്. ഈ പിഴിഞ്ഞെടുത്ത തേങ്ങ തന്നെയാണ് തോരന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത്. അധികം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടാവില്ല, കട്ടിയുള്ള തേങ്ങാപ്പാൽ മാത്രം എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത്തിരി പാലടക്ക് വേണ്ടിയിട്ടുള്ള അട 2 പാക്കറ്റ് പാലിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 പാക്കറ്റ് പാലും 1 പാക്കറ്റ് വെള്ളമാണ് ഞാൻ ചേർത്തേക്കണം കേട്ടോ. ഒരു 100 ഗ്രാം അടയാണ് കുതിർത്ത് വെച്ചേക്കണത്. പകുതി എടുത്തിട്ടുള്ളൂ പാക്കറ്റിൻ്റെ. അത് അരമണിക്കൂർ അവിടെ ഇരുന്നിട്ട് കുതിരട്ടെ. എന്നിട്ട് നമുക്ക് സ്റ്റൗ ടോപ്പിലേക്ക് മാറ്റാം. അപ്പോൾ ആ സമയത്ത് 2 പായസത്തിൻ്റെ ഒന്നിച്ച് ചെയ്യണേണ്. നെയ്യിൽ നമ്മൾ കളറ് മാറുന്നത് വരെ നമ്മുടെ ചെറുപയറ്റും പരിപ്പ് വറുത്തിട്ട് അതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിച്ചേക്കണം. കാരണം തേങ്ങ ചിരണ്ടിയിട്ടില്ല, തേങ്ങ തീർന്ന്, നമ്മൾ ചിരണ്ടിയ തേങ്ങയൊക്കെ തീർന്ന്. അപ്പോൾ റൈൻ്റെ അടുത്ത് ഞാൻ തേങ്ങ ഇരണ്ടാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. തേങ്ങ ചിരണ്ടുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിലാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇടപ്പാലിൽ ആ പരിപ്പ് വേവിച്ചാൽ മതി. ആ സമയത്ത് ഞാനൊരു ഇത്തിരി പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് അതൊന്ന് വറുത്ത് അതേ എണ്ണയിൽ തന്നെ കടുകും പൊട്ടിച്ച് ഉലുവയും കൂടി പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ വറ്റൽമുളകും വേപ്പിലയും ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. പിന്നെ ഇത്തിരി കായവും കൂടി ഇടണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഉലുവ പൊടിച്ച് വെക്കാഞ്ഞുകൊണ്ട് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഇഞ്ചി കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഇഞ്ചി വറുത്തത് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇപ്പോൾ പൊടിക്കാൻ വേണ്ടി ഇല്ലാഞ്ഞുകൊണ്ട് പൊടിക്കാതെ ഇടണേന് കേട്ടോ. പിന്നെ പുളിവെള്ളം റെഡിയാക്കി വെച്ചതും കൂടി ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ കായത്തിൻ്റെ വെള്ളം ഉള്ളതുകൊണ്ട് കായത്തിൻ്റെ വെള്ളം
ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോഴത്തേക്ക് അത് അവിടെ കിടന്ന് വറ്റണ നേരം കൊണ്ട് ഇനി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. കാരണം അത് വറ്റി വരണില്ല. പക്ഷേ എൻ്റെ കൂടുതൽ വറ്റിപ്പോയി. ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു തിക്കായിപ്പോയി. അപ്പോൾ ഇത്തിരി ലൂസായിട്ട് വെച്ചാൽ ഇരുന്ന് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതേ പായസത്തിനുള്ള കാര്യങ്ങളെല്ലാം അത് ചെറിയ തീയിൽ വേവിക്കാനായിട്ട് അങ്ങോട്ട് വെച്ച് നമ്മുടെ അട. പിന്നെ പരിപ്പ് പായസത്തിന് വേണ്ടിയിട്ട് 2 തേങ്ങ റയച്ചെടുത്തത്, 2 തേങ്ങയും പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി തേങ്ങ വേറെ ഉണ്ടായിരുന്നു, ഒരു 1/4 ഭാഗം, അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2.25 തേങ്ങയെന്ന് പറയാം. അത് എടപ്പാലിൽ നമ്മുടെ പരിപ്പ് വെന്തയിലേക്ക്. അപ്പോൾ പരിപ്പ് ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞു പോകരുത്, ഇത്തിരി കടിക്കാൻ ഉള്ള പരുവത്തിലായിരിക്കണം. അപ്പോൾ അതിനകത്തേക്ക് എടപ്പാലിൽ ഒഴിച്ചിട്ട് അതൊന്ന് ആയി വരണം. പാലടയിലേക്ക് പഞ്ചസാര ചേർക്കുക. പക്ഷേ എൻ്റെ കയ്യിൽ ഈ മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് ചേർത്തത്. ആ സമയത്ത് റയൻ അവിടെ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കണേനെ ഒരുപാട് പാത്രങ്ങളുണ്ട് കഴുകാൻ. ആ കൂട്ടത്തിൽ നമ്മുടെ അടിക്ക് പിടിച്ച കുക്കർ കഴുകി വൃത്തിയാക്കി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിച്ചാണ്. ഞാൻ ഞെട്ടിപ്പോയി. അത്രയും കരിഞ്ഞ് പിടിച്ചിരുന്ന കുക്കറാണ്. അതിനെ നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് എല്ലാ പാത്രങ്ങളും തേച്ച് മീനിക്ക് നമ്മൾ കഴുകിയാലൊന്നും അത്രയും തിളക്കം കിട്ടില്ല. ഇവൻ എങ്ങനെ തേച്ച് കഴുകണമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. എല്ലാ പാത്രങ്ങളും തേച്ച് കഴുകി അവിടെയൊക്കെ തുടച്ച്. ഈ പണി ഞാനിവിടെ നിന്ന് ചെയ്യണ നേരത്ത് തന്നെയും വന്നിട്ട് സൈഡിലുള്ള നമ്മുടെ കൗണ്ടർ ടോപ്പ് എല്ലാം വൃത്തിയാക്കണുണ്ടായിരുന്നു. തുടച്ചും അവിടെ കഴുകാൻ വെച്ചേക്കണതൊക്കെ എടുത്തൊരു വീട്ടമ്മ കണ്ടറിഞ്ഞ് ചെയ്യണ പോലെ ആ കൊച്ചെല്ലാം ചെയ്തുകൊണ്ട് നിൽക്കണേണ് കേട്ടോ. ഇത്ര നേരം ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല. ഈ സമയപ്പോഴത്തേക്ക് റയൻ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ പരിപ്പിലേക്ക് നമ്മൾ ശർക്കര ഒഴിച്ചിട്ട് അത് ഒന്ന് കുറച്ചധികം നേരം വറ്റിച്ചെടുക്കുമ്പോഴാണ് പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പം മണി 1 കുറേ നേരം പായസം വറ്റിച്ചെടുക്കാനുള്ള ടൈം കിട്ടിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് തേങ്ങാപ്പാലൊന്നും ഒഴിച്ചില്ലെങ്കിൽ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് അത് വറ്റി വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പായസത്തിന് നല്ല കളറും കിട്ടും. ഇതിപ്പോൾ വേഗം അങ്ങോട്ട് എടുക്കണേന് കേട്ടോ. ഇപ്പം ഇനി ശർക്കര ഒഴിച്ച് അതെല്ലാം ഒന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ തലപ്പാൽ ഒഴിച്ച്. അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മൾ ഇത് പാലട അവിടെ വെന്ത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളൊരു ഇത്തിരി നെയ്യ് മാത്രമാണ് ഇട്ടത് പാലട അകത്ത്, അല്ലാതെ വറുത്തൊന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ഇത്തിരി കാരമലൈസ് ചെയ്ത് ഇടണം, ഇത്തിരി പഞ്ചസാര. അപ്പോൾ ഒരു പിങ്ക് പാലട ആകാൻ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ചെയ്തില്ല, കാരണം ഇത്രയും ചെയ്തത് തന്നെ ഭയങ്കര ടേസ്റ്റ് ആ പായസത്തിന്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്ത് നേരം കളയാൻ നിന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ പായസത്തിലേക്ക് തലപ്പാൽ ഒഴിച്ചിട്ട് പതിയെ ഒന്ന് ആക്കിയിട്ട് ഇത് നെയ്യിൽ തന്നെ ഇത് റൈസിൻസും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി വറുത്ത് 2 തരം റൈസിൻസ് ഇട്ടിട്ടാ അങ്ങനെ അതും പായസം റെഡിയാക്കി. അപ്പോൾ ഇനി അടുത്തതൊരു കൂട്ടുകറിയുണ്ട്. അപ്പോൾ കഴുകി കൊണ്ടുവന്ന കുക്കർ കണ്ടല്ല, പുതിയ കുക്കർ പോലും ഇത്രയും തിളങ്ങൂല. ഈ അടുക്കി പിടിച്ച കുക്കറാണെന്ന് പറയുമോ, പറയേയില്ല അല്ലേ, അത്രയും വൃത്തിക്കാ കൊച്ച് കഴുകി കൊണ്ടുവന്നു കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് സോയ ചങ്ക്സ് കഴുകി, പിന്നെ ഗ്രീൻ പീസ് കഴുകി, ഉരുളക്കിഴങ്ങ് ചെത്തിയെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതൊന്നങ്ങോട്ട് വേവിക്കണേ. കുക്കറിൽ ഒന്നിച്ച് വേവിച്ചിട്ട് അതിനകത്തേക്ക് ഇനി നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ വഴറ്റി അതൊക്കെ ചേർക്കണം. അപ്പം ഇനി ഇത് വേവിക്കാൻ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ ഇന്നലെ തന്നെ സവാളയൊക്കെ കട്ട് ചെയ്തൊക്കെ ഇത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് കഴുകി എടുത്തിട്ട് വന്ന് ആവശ്യത്തിനെടുത്ത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചതച്ചാണ് എടുക്കണത് കേട്ടോ. പിന്നെ പച്ചമുളക് ഒന്ന് സ്ലിറ്റ് ചെയ്ത് അതും കൂടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സവാളയും കൂടി അരിഞ്ഞു കഴിഞ്ഞാൽ ഇനി അതങ്ങോട്ട് വഴറ്റാം. ആ വഴറ്റുന്ന നേരം കൊണ്ട് പെട്ടെന്ന് തന്നെ മറ്റേതെല്ലാം വെന്ത് വരും. അപ്പോൾ ഈ വഴറ്റലും തീരും, വേഗലും ഒപ്പം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് കൂട്ടിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു കണക്കിനാണ് ഇതൊക്കെ അരിഞ്ഞെടുക്കണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറൊരു കാര്യം ചെയ്യാനുള്ളത്, നമ്മുടെ പരിപ്പ് പായസത്തിലേക്കുള്ള ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് ചുക്കും ചെറിയ ജീരകവും ഏലക്കായുമാണ് ഞാൻ ചേർക്കണത്. ഓരോരുത്തർ പല രീതിയിൽ ചേർക്കുമായിരിക്കും, പക്ഷേ ഇത് എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ വയറിന് വലിയ ഗ്യാസ് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ ചുക്കും ചെറിയ ജീരകവും ഒക്കെ ചേർക്കണം കേട്ടോ. അപ്പം ഞാൻ തോരൻ ഉണ്ടാക്കിയ പാത്രം തന്നെ അത് മാറ്റിയിട്ട് അതിനകത്തേക്ക് തന്നെയാണ് ഈ വഴറ്റണം കേട്ടോ. സവാള, പച്ചമുളക്, ഇഞ്ചി ചതച്ചതും വേപ്പിലയും കൂടിയിട്ട് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന പോലെയൊക്കെ തന്നെ കേട്ടോ, അത്രയും ഇട്ടിട്ട് ഒരു തക്കാളി കൂടിയിട്ട് ചേർത്ത് വഴറ്റണം. അപ്പോൾ ഇത് വഴറ്റുന്ന നേരത്ത് ഞാൻ തക്കാളിയോടെ അരിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ സമയം നമുക്ക് നഷ്ടപ്പെടാതെയൊക്കെ ചെയ്യാം. എന്നിട്ട് പിന്നെ അതവിടെ വഴറ്റുന്ന നേരത്ത് ഞാൻ പായസത്തിലേക്കുള്ള ഇത് പൊടിച്ചെടുക്കാനുള്ള
ചുക്ക്, ചെറിയ ജീരകം, ഏലക്കായ എല്ലാം പൊടിച്ചെടുത്തിട്ടാണ്. അപ്പോൾ എൻ്റെ ചുക്ക് ഇത്തിരി കൂടുതലാണ് ഞാൻ എടുത്തേക്കണത്. എങ്കിൽ തന്നെ ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ട് ഞാൻ പൊടിച്ചില്ല. ഇതിൽ പഞ്ചസാര ചേർത്ത് പൊടിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം മിക്സിയുടെ ജാറെല്ലാം നനഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനെ കഴുകി ഉണക്കി എടുക്കുമ്പോൾ നേരം പോകും. അതുകൊണ്ട് കഴുകിയല്ല, തുടച്ചുണക്കി എടുക്കുമ്പോൾ നേരം പോകും. അതുകൊണ്ട് ഞാൻ കല്ലിൽ വെച്ച് തന്നെ ചതച്ചെടുത്തിട്ടാ. ആ നേരത്ത് നമ്മുടെ കുക്കറൊക്കെ തുറന്ന് അത് നല്ല കറക്റ്റ് പരിപോയിട്ട് വന്നതുകൊണ്ട് അതിനകത്തേക്ക് നമ്മൾ വഴറ്റിയ മസാല അങ്ങോട്ട് ഇട്ട്. കാരണം ഇരുമ്പ് പാത്രത്തിലേക്ക് പുളിയിട്ടുള്ള കറികൾ കുറച്ച് നേരം വെക്കുമ്പോൾ കറയിളവും. അതുകൊണ്ടാണ് ഞാൻ കുക്കറിനകത്തേക്ക് അത് ഇട്ടിട്ട് ചെയ്തത് കേട്ടോ. പിന്നെ പൊടിച്ച് വെച്ചതൊക്കെ പായസത്തിലേക്ക് ഇട്ട്. കാരണം പായസത്തിലേക്ക് എപ്പോഴും ഒന്ന് ആറിയതിന് ശേഷം ഫ്ലേവർ ആഡ് ചെയ്യണതാണ് എപ്പോഴും. അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി സ്റ്റൗ ടോപ്പ് ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കണം. അത്രയേ ഉള്ളൂ. കൗണ്ടർ ടോപ്പ് കംപ്ലീറ്റ് റൈൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കുക്കിംഗ് കഴിഞ്ഞിട്ടില്ല, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വിട്ട് അവൻ പോയതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത്. പിന്നെ ഈ ഒരാഴ്ച മുൻപൊക്കെ തന്നെ ഈ അച്ചാർ അങ്ങനെയൊക്കെ ഇടുന്ന ആളുകൾ ആ പണികളൊക്കെ തുടങ്ങും. നമ്മൾക്ക് അച്ചാർ വേണ്ട, ഇവിടെ അച്ചാറുണ്ട് എങ്കിൽ തന്നെ ആർക്കും വേണ്ടാത്തതുകൊണ്ട് നമ്മൾ അച്ചാർ ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പണികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഒരാഴ്ച മുന്നേ തന്നെ എല്ലാവരും ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടാകും. ഞാൻ ഏതായാലും തലേ ദിവസമാണ് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തത്. അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കിയത് എന്തൊക്കെയാണെന്ന് നോക്കാം. വെള്ളരിക്ക പച്ചടി, മസാലക്കറി, കൂട്ടുകറി, ഓലൻ, പച്ചമോര്, പുളിയിഞ്ചി, ബീൻസ് തോരൻ, പൈനാപ്പിൾ പച്ചടി അല്ലെങ്കിൽ മധുരക്കറി, അവിയൽ, അച്ചിങ്ങ മെഴുക്ക് പുരട്ടി, ബീട്രൂട്ട് കിച്ചടി, സാമ്പാർ, എരിശ്ശേരി, പഴം പുളിശ്ശേരി, പരിപ്പ് പായസം, അടപ്പായസം, പപ്പടം, പഴം, ചോറ്. അങ്ങനെ 2 മണി 2:30 കൂടിയാണ് ഞങ്ങളെല്ലാവരും കഴിക്കാനിത്. കാരണം സാധാരണ അങ്ങനെയൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ 4 പേർക്കുള്ള ഇല വിളമ്പിയിട്ടുണ്ട്. കാരണം നമുക്ക് താഴെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. റൂബി ഓടി നടക്കുമ്പോൾ അവൾ വരുമ്പോൾ നമുക്ക് അവളെ മാറ്റാനൊരു വിഷമമാണ്. അതുകൊണ്ട് നമ്മൾ ഇതേ മോളിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇലയുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഇല കണ്ടിട്ട് നിങ്ങൾ അയ്യോ ഇതിങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം പപ്പ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് എടുത്ത ഇലയാണ്. അവിടെ ഉണ്ടായ ഇല അവർ വെട്ടിക്കൊടുത്ത് അതൊരു 5 പീസാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ 4 ഇല ഇട്ടിട്ട് ഇവർ 4 പേര് കഴിക്കുമ്പോൾ എനിക്ക് വിളമ്പിയൊക്കെ കൊടുക്കാനായിട്ട് ഒരു എളുപ്പമുണ്ട്. കാരണം എനിക്ക് സമാധാനത്തിനിരുന്ന് ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കണം. ഇവരെ കൂടി കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ പല തവണ എഴുന്നേക്കേണ്ടി വരും. കാരണം ഇവർക്ക് അറിയാൻ പറ്റില്ല ഓരോ സാധനങ്ങളൊക്കെ വിളമ്പാനും എടുത്ത് കൊണ്ടുവരാനൊക്കെ. കാരണം പാത്രങ്ങളൊന്നും നിരത്തി വെക്കാനുള്ള സൗകര്യം നമുക്കില്ല. അല്ലെങ്കിൽ കറിപ്പാത്രങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് എടുത്ത് വെക്കാം, ആവശ്യക്കാർ എടുത്തോ എന്ന് പറയാം. പക്ഷേ നമുക്ക് അങ്ങനെയുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല. ഭയങ്കര ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഡൈനിങ് ഏരിയ ഇട്ട് എടുത്തേക്കണം. അതുകൊണ്ട് തന്നെ നിന്ന് തിരിയാൻ പറ്റില്ല. അപ്പോൾ അതെ ഇവർക്ക് 4 പേർക്കും ഞാൻ എല്ലാം വിളമ്പണമെന്ന് ഞാൻ കാണിച്ചില്ല. കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാനും വീഡിയോ എടുക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. എല്ലാവരും ഇപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ റയൻ്റെ തിരക്ക് പാത്രം കഴുകൽ ഒരുപാട് പണി ചെയ്തിട്ടുണ്ടായിരുന്നു റയൻ. അതുകൊണ്ട് പിന്നെ ഞാൻ റയനെ വിളിച്ചില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഈ സംഭവം അങ്ങോട്ട് വിളമ്പിയതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അല്ലെങ്കിൽ അത് ഓരോ കറി ഇടുമ്പോഴൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ആൾ നിൽക്കണം. നേരത്തെയൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യുമായിരുന്നു. അപ്പോൾ പപ്പക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. 2 തരം പായസവും പപ്പ കഴിച്ച് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കറികളെല്ലാം കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം ക്ലീൻ ചെയ്താണ് കഴിച്ചേക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ കഴിച്ചേക്കുന്നത്. പിന്നെ റിച്ചാർഡ് മാത്രമാണ് അച്ചിങ് കൊലത്തിയതൊന്നും കഴിക്കില്ല. അപ്പോൾ അതൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പപ്പടമൊക്കെ വറുത്തൊക്കെ കൊണ്ടുവന്നൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കൂലേ. അപ്പോൾ കുറച്ച് പപ്പടം ആദ്യം വറുത്തത് തീർന്നിട്ടുണ്ടായിരുന്നു, പിന്നെയും വറുത്തുണ്ട്. പായസത്തിനൊക്കെ ഇവർക്ക് ഒരുപാട് പപ്പടമൊക്കെ വേണം. അങ്ങനെ പപ്പ വേഗം തന്നെ കഴിച്ചിട്ട് പോയിട്ട്. കാരണം 3 മണിക്ക് വെള്ളിയാഴ്ച പപ്പക്ക് പള്ളിക്ക് പോകാനുണ്ട്. അപ്പോൾ പപ്പ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പോയി. അപ്പോൾ ആ സീറ്റ് എനിക്ക് ഒഴിഞ്ഞ് ഇതായിരുന്നു എനിക്ക് ഞാനെടുത്ത് വെച്ചിരുന്നതല്ല. 5 പീസേ ആകെപ്പാടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ. പിന്നെ ഞാൻ വന്നിരുന്ന് കുട്ടികൾ ഞാൻ കഴിച്ച് തീരണവരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്